മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഇരുമ്പിളിയം പഞ്ചായത്തിൽ പുറമണ്ണൂരിൽ 25 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. തൂതപ്പുഴയുടെ തീരത്തായി ഹരിതാപമായ കുന്നിൻ ചെരുവിലെ ശാന്തതയിലാണ് ഈ അത്യാധുനിക വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാർക്ക് നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1994 കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ ഈ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത്. പതിനാറ് ബിരുദ വിഷയങ്ങളും 8 ബിരുദാനന്തര ബിരുദ വിഷയങ്ങളും നിലവിൽ ഇവിടെ അധ്യയനം നടക്കുന്നു. AMLI ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കീഴിൽ 25 വർഷത്തെ മികവുറ്റ പ്രവർത്തനം പൂർത്തീകരിച്ച ഈ വിദ്യാഭ്യാസ കേന്ദ്രം കോഴിക്കോട് സർവകലാശാലയിലെ തന്നെ മികച്ച സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിൽ മുൻപന്തിയിലെത്തി നിൽക്കുന്നു. Welcome to E-Content Development Center, Majlis Arts and Science College, Poramannur. Myself, Abdul Razak Kunnathodi, Head of the Department, Sociology. Today we will discuss about BA Sociology program offered by the Department of Sociology, Majlis Arts and Science College. നിങ്ങൾക്കറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലായി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഓഫർ ചെയ്യുന്ന BA പ്രോഗ്രാമിൻ്റെ ഒരു ഔട്ട്ലൈനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നവാഗതരായ പുതിയ വിദ്യാർത്ഥികൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് നമ്മൾ തീർച്ചയായും വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം, ഡിഗ്രി പ്രോഗ്രാം 3 വർഷങ്ങളിലായി 6 സെമസ്റ്ററുകളായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. സെമസ്റ്റർ ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 6 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഓരോ സെമസ്റ്ററുകളിൽ ആയി 3 വർഷമായിട്ടാണ് നമ്മൾ ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ പേപ്പറുകളാണ്, ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാമിൽ BA സോഷ്യോളജി പ്രോഗ്രാമിൽ നമ്മൾ പഠിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും BA സോഷ്യോളജി പ്രോഗ്രാമിൽ വരുന്ന കോഴ്സുകളെ നമുക്ക് പരിചയപ്പെടാം. കോമൺ കോഴ്സ്, കോർ കോഴ്സസ്, കോംപ്ലിമെൻ്ററി കോഴ്സസ്, ഓപ്പൺ കോഴ്സ്, ഓഡിറ്റ് കോഴ്സ്, ദെൻ എലക്റ്റീവ് കോഴ്സസ്. ഇനി ഇതിൽ നിന്നുള്ള ഓരോന്നും എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കോമൺ കോഴ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പൾസറി ആയി ഓരോ വിദ്യാർത്ഥിയും പഠിച്ചിരിക്കേണ്ട ഇംഗ്ലീഷ് പേപ്പറുകളാണ്. ആദ്യത്തെ 4 സെമസ്റ്ററുകളിലായി ഈ കമ്പൾസറി കോഴ്സായി വരുന്ന കോമൺ കോഴ്സ് ഇംഗ്ലീഷ് പേപ്പറുകൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തേത് കോർ കോഴ്സസ്. കോർ കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അഥവാ സോഷ്യോളജി, ആ സോഷ്യോളജിയുടെ പേപ്പറുകളെയാണ് നമ്മൾ കോർ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് കോംപ്ലിമെൻ്ററി കോഴ്സസ്. ഏതൊരു ഡിഗ്രി PG കോഴ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ, പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ സബ്സിഡിയറിയായി നമ്മൾ ഉപയോഗിക്കുന്ന, പഠിക്കുന്ന, വിശകലനം ചെയ്യുന്ന പേപ്പറുകളെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പൺ കോഴ്സസ്. ഓപ്പൺ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഡിപ്പാർട്ട്മെൻറ്റിന് പുറത്തു നിന്ന് മറ്റുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന പേപ്പറുകൾ പഠിക്കുന്നതിനെയാണ് ഓപ്പൺ കോഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ പേപ്പർ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ ഓഡിറ്റ് കോഴ്സ്. ഓഡിറ്റ് കോഴ്സ് എന്നാൽ നമ്മുടെ വിദ്യാർത്ഥികൾ ഡിഗ്രി അതുപോലെ PG ഓപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവർ സ്വന്തമായി റീഡ് ചെയ്ത് എക്സാം എഴുതുന്ന സെൽഫ് സ്റ്റഡിയായി എടുക്കുന്ന പേപ്പറാണ് ഓഡിറ്റ് കോഴ്സസ്. കോമൺ കോഴ്സുകളിൽ ഇംഗ്ലീഷ് പേപ്പറുകൾക്ക് പുറമെ നമ്മളൊരു അഡീഷണൽ ലാംഗ്വേജ് കൂടെ നമ്മൾ പഠിക്കുന്നു. മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന അഡീഷണൽ ലാംഗ്വേജുകൾ അറബിക്, ഹിന്ദി, മലയാള പേപ്പറുകൾ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് കോംപ്ലിമെൻ്ററി കോഴ്സസ്. കോംപ്ലിമെൻ്ററി കോഴ്സസുകളിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന പേപ്പറുകൾ സൈക്കോളജിയും ഹിസ്റ്ററിയുമാണ്. ഇനി അതിന് പുറമെ ഓരോ സെമസ്റ്ററുകളിലും നമുക്ക് എത്ര കോഴ്സുകൾ, കോർ കോഴ്സ്, കോമൺ കോഴ്സുകൾ, കോംപ്ലിമെൻ്ററി കോഴ്സുകളായി എത്ര പേപ്പറുകൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, കോർ പേപ്പറുകളിൽ ആദ്യത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വരുന്നത് ബേസിക്സ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറാണ്. 1 മുതൽ 5 വരേക്കുമുള്ള സെമസ്റ്ററുകളിൽ കോർ കോഴ്സുകളിൽ
നമ്മൾ സോഷ്യോളജി പ്രോഗ്രാമിലുടനീളം പഠിക്കുന്ന പേപ്പറുകൾ ഒന്നാമത്തെ സെമസ്റ്ററിൽ ബേസിക്സ് ഓഫ് സോഷ്യോളജി നമ്മൾ പഠിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യോളജി ഓഫ് കേരളം തുടങ്ങി സ്പെഷ്യലൈസേഷനോട് കൂടെ എലക്റ്റീവ് കോഴ്സസായി വരുന്ന സ്പെഷ്യലൈസേഷനോട് കൂടെ നമ്മൾ 4th സെമസ്റ്റർ വരേക്കും വിവിധങ്ങളായ കോഴ്സുകൾ പഠിക്കുന്നു. 5th സെമസ്റ്റർ മുതൽക്ക് സോഷ്യോളജി കോർ പേപ്പറുകളുടെ കൂടെ പ്രൊജക്റ്റ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. പ്രൊജക്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ സോഷ്യോളജി റിസർച്ച് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തികമായുള്ള രംഗങ്ങളിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ സെലക്ട് ചെയ്ത് വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളിലായി ഡാറ്റകൾ കളക്ട് ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് അവ അനലൈസ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്യുന്നു. നമ്മുടെ സൊസൈറ്റിക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള വിഷയങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഫീൽഡ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രൊജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് we have to discuss about the how we conduct the learning assessment or the evaluation process in our college. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് അനുസരിച്ച് ഇൻറ്റേർണൽ എക്സാമിനേഷൻ അതുപോലെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ആയിട്ടാണ് നമ്മൾ വിദ്യാർത്ഥികളുടെ ലേണിംഗ് ഔട്ട്കംസ് അസസ് ചെയ്യുന്നത്. ഇൻറ്റേർണൽ എക്സാമിൽ നമ്മുടെ കോളേജിൽ വെച്ച് നടത്തപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നടത്തുന്ന ഇൻറ്റേർണൽ എക്സാമിൽ ഏകദേശം 20% വെയിറ്റേജ്. Out of 100, 20 marks will be the weightage for the internal examination. And the remaining 80% or the 80% weightage will be there for the external examination, which is conducted by the university. ഈ ഒരു ഇൻറ്റേർണൽ എക്സാമിൽ നമുക്ക് എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത് എന്ന് നോക്കാം. ഒന്ന്, ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ബേസ്ഡ് ഓൺ ദ അറ്റൻഡൻസ്. കുട്ടികൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന മാർക്സ് 20ൽ ഏകദേശം 4 മാർക്കോളം അവർക്ക് അറ്റൻഡൻസ് ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ലഭിക്കുന്നു, 20%. നെക്സ്റ്റ്, ക്ലാസ് ടെസ്റ്റ് 40%ൻ്റെ ക്ലാസ് ടെസ്റ്റ് ഔട്ട് ഓഫ് 20. ദെൻ അസൈൻമെൻറ്റ് ക്യാരിങ് 20%. ദെൻ സെമിനാർ ഓർ വൈവ ക്യാരീസ് 20% ഔട്ട് ഓഫ് 20 മാർക്സ്. Then total 100 marks will be equal to 20 marks. രണ്ടാമത്തേത് എക്സ്റ്റേണൽ എക്സാമിനേഷൻ അഥവാ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ എക്സാമിനേഷൻ, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 80 മാർക്സിന് വരുന്ന യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് ആൻസേഴ്സായി നിങ്ങൾക്ക് 15ഓളം ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. 12 മുതൽ 13 വരെ ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ചോദ്യങ്ങൾക്കും 2 വീതം മാർക്കായിരിക്കും നൽകപ്പെടുക. രണ്ടാമത്തേത് ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ 8 മുതൽ 10 വരെ ചോദ്യങ്ങളുണ്ടായിരിക്കും. ഓരോ ചോദ്യങ്ങൾക്കും 5 വീതം മാർക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. തേർഡ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ചോദ്യങ്ങൾ വരെ ചോദിച്ചേക്കാം. 2 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. ഓരോ ചോദ്യങ്ങളും ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 10 മാർക്സ്. ദെൻ ടോട്ടൽ യു വിൽ ഗെറ്റ് 80 മാർക്സ് ഔട്ട് ഓഫ് 100 ആൻഡ് 20 മാർക്സ് ആസ് ഇൻറ്റേർണൽ മാർക്സ്. അപ്പോൾ നമ്മൾ ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിഭാവനം ചെയ്യുന്ന നമ്മുടെ കോളേജിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന BA സോഷ്യോളജി പ്രോഗ്രാമിൻ്റെ ലേണിംഗ് ഔട്ട്കം അസസ്മെൻറ്റ്. ലേണിംഗ് അസസ്മെൻറ്റ് ഇങ്ങനെയാണ്. അടുത്തതായി നമ്മുടെ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാമത്തെ സെമസ്റ്ററിൽ ഏതൊക്കെ പേപ്പറുകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത് 5 പേപ്പറുകളായിരിക്കും. പേപ്പർ 1 കോമൺ കോഴ്സായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ പേപ്പർ. പേപ്പർ 2 കോമൺ കോഴ്സായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ പേപ്പർ. പേപ്പർ 3 അഡീഷണൽ ലാംഗ്വേജായി നമ്മൾ നൽകുന്ന അറബിക്, മലയാളം ഓർ ഹിന്ദി പേപ്പേഴ്സ് ആയിരിക്കും. 4th പേപ്പർ കോർ പേപ്പർ ആയിട്ടുള്ള സോഷ്യോളജിയുടെ ബേസിക്സ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പർ ആയിരിക്കും. പേപ്പർ 5 നമ്മൾ കോംപ്ലിമെൻ്ററി പേപ്പറായി നൽകുന്ന കോഴ്സായി നൽകുന്ന സൈക്കോളജി ഓർ ഹിസ്റ്ററിയുടെ പേപ്പറുകളായിരിക്കും. ഇത്രയുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ആദ്യത്തെ സെമസ്റ്ററിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള 5 പേപ്പറുകൾ.
വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ മേഖലകളെ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിവിധ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി. 2015 മുതൽക്കാണ് മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി ആരംഭിക്കുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് പ്രോജക്റ്റ് എക്സിക്യൂഷൻസ്, പ്രോജക്റ്റ് സ്റ്റഡീസ്, ഫീൽഡ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്സ്, അതിനു പുറമെ ആന്ത്രപ്പോളജിക്കൽ അവയർനെസ്സിൻ്റെ ഭാഗമായി നടത്തുന്ന സ്റ്റഡി ട്രിപ്പുകൾ, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻസ് അസോസിയേഷൻ എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകതകളാണ്. പുറമെ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസ്, എമിനൻറ്റ് സ്കോളേഴ്സ് ടോക്സ്, സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻസ്, ഹയർ എഡ്യൂക്കേഷൻ ഓറിയൻറ്റേഷൻ തുടങ്ങിയ മേഖലകളിൽ കൂടി സ്റ്റുഡൻസിന് വളരെയധികം ഉപകാരപ്പെടുന്ന വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു അക്കാഡമിക് കാലിബറുള്ള ഒരു സ്റ്റുഡൻസ് വിങ്ങനെ വാർത്തെടുക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ വിവിധങ്ങളായ സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്നതിന് ഉപരിയായി വിദ്യാർത്ഥികൾക്ക് കൂടി അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷ്യൂർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സെമസ്റ്റർ സംബന്ധിച്ചും ഡിഗ്രി പ്രോഗ്രാം സംബന്ധിച്ചും നിങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ സംശയങ്ങളൊക്കെ ഈ ഒരു സെഷനിലൂടെ തീർന്നിട്ടുണ്ടായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.